believe that our country is headed in the right direction, then the wrong direction. In fact, it's an astonishing record, 27-point swing, the most ever. Likewise, small business optimism saw its single largest one-month gain ever recorded. Mr. President. A 41-point jump. Members are directed to uphold and maintain decorum in the House and to cease any further disruptions. That's your warning. Members are engaging in willful and continuing breach of decorum, and the chair is prepared to direct the Sergeant-at-Arms to restore order to the joint session. Mr. Green, take your seat. Take your seat, sir. Take your seat. Finding that members continue to engage in willful and concerted disruption of proper decorum, the chair now directs the Sergeant-at-Arms to restore order. Remove this gentleman from the chamber. ഇന്ന് മധു കൊട്ടാരക്കര കുടുങ്ങിച്ചേരുന്നു. മധു, ഇപ്പോഴവിടെ എന്താണ് നടക്കുന്നത് മധു? SKN അല്പം മിനിറ്റുകൾക്ക് മുമ്പിലാണ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസംഗം ആരംഭിച്ചത്. പക്ഷേ പ്രസംഗം തടസ്സപ്പെടുത്തുവാനുള്ള ചില പ്രതിഷേധങ്ങൾ അവിടെ അരങ്ങേറുകയാണ്. മസ്ക് മോഷണം നടത്തുന്നു എന്നൊക്കെ ഉള്ള കാർഡുകളുമായിട്ടൊക്കെ പ്രതിഷേധക്കാർ എത്തിയിട്ടുണ്ട് ഡെമോക്രാറ്റ്സിന്റെ ഭാഗത്തുനിന്ന്. അതുപോലെ തന്നെ ഡെമോക്രാറ്റ്സിന്റെ വനിതാ പ്രതിനിധികൾ പിങ്ക് വസ്ത്രം ധരിച്ച് പ്രതിഷേധ സൂചകമായിട്ട് എത്തിയിട്ടുണ്ട്. അതുപോലെ യുക്രൈനിയൻ പതാകയുമായിട്ട് യുക്രൈനിയൻ പിന്തുണ പറഞ്ഞുകൊണ്ടും എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രസംഗം തടസ്സപ്പെടുത്തുന്ന രംഗങ്ങളും അത് സ്പീക്കർ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതുമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. To restore common sense, safety, optimism, and wealth all across our wonderful land. The people elected me to do the job, and I'm doing it. In fact, it has been stated by many that the first month of our presidency, it's our presidency. മധു കൊട്ടാരക്കര, യഥാർത്ഥത്തിൽ ഈ US കോൺഗ്രസിന്റെ ആത്മവിശ്വാസം പകരാൻ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന് കഴിയുന്നുണ്ടോ? മാത്രമല്ല, എതിർപക്ഷം അദ്ദേഹത്തിന്റെ ഡെമോക്രാറ്റുകൾക്ക് പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാകുന്നു. SKN ഈ രണ്ടാം ടേമിൽ ഡൊണാൾഡ് ട്രംപ് തിരിച്ചു വരുമ്പോൾ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. കാരണം വാഷിങ്ടണിൽ നിന്ന് പോയ ട്രംപ് അല്ല തിരിച്ചു വരുമ്പോൾ വാഷിങ്ടൺ ഡൊണാൾഡ് ട്രംപിന്റെ സ്വന്തം എന്ന് തന്നെ പറയാൻ പറ്റും. കാരണം സെനറ്റിലും അതുപോലെ കോൺഗ്രസിലും അതുപോലെ സുപ്രീം കോടതിയിൽ എവിടെയും ട്രംപിന് മുൻതൂക്കം ലഭിക്കുന്ന രീതിയിലുള്ള വലിയ തോതിലുള്ള ഒരു ജനവിധിയുമായിട്ടാണ് ട്രംപ് വന്നിരിക്കുന്നത്. ഇതിനോടകം ഓരോ ദിവസവും നിരവധി എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ട്രംപ് പറഞ്ഞത് തന്നെ ഏതാണ്ട് 400 എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ് ആണ്. ഇതിൽ പലതും ലോകക്രമം തന്നെ മാറ്റുന്നതാണ്. അതുകൊണ്ട് ഈ പറയുന്ന പ്രതിഷേധങ്ങളൊന്നും ഒരുപക്ഷെ ഡൊണാൾഡ് ട്രംപ് വകവയ്ക്കാൻ സാധ്യതയുമില്ല. SKN. ഓക്കെ, താങ്ക് യു. മധു കൊട്ടാരക്കരയാണ് വിവരങ്ങൾ നൽകിയത്. അമേരിക്കൻ കൗൺസിൽ ഇപ്പോൾ US പ്രസിഡന്റ് അഭിസംബോധന ചെയ്യുകയാണ്. PP ജെയിംസ് കൂടി നമുക്കൊപ്പം ചേരുന്നു. PP ജെയിംസ്, ഒരുപക്ഷെ ഈ മുൻപൊന്നും ഇല്ലാത്ത രീതിയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഈ അഡ്രസ്സിംഗ് വളരെ ലോകം ശ്രദ്ധയിൽ കാണുന്ന ഒരു കാര്യം തന്നെയായി മാറിയിരിക്കുന്നു. അത് ഈ തീരുവ പോലെയുള്ള ഗുരുതരമായ പ്രശ്നങ്ങൾ തന്നെയാണ്. മാത്രമല്ല, അമേരിക്ക ഇന്നുവരെ പിന്തുടർന്നു വന്ന വിദേശ നയത്തെ മാറ്റിമറിക്കുന്ന രീതിയിലുള്ള ചുവടുവയ്പ്പുകളും ഡൊണാൾഡ് ട്രംപ് ഈ അടുത്ത ദിവസങ്ങളായി നടത്തുന്നു. പറയൂ PP ജെയിംസ്. തീർച്ചയായിട്ടും SKN, ഈ ട്രംപ് ഇപ്പോൾ പറഞ്ഞൊരു വാക്കുണ്ട്, 1 month പ്രസിഡൻസി ഈസ് അവർ പ്രസിഡൻസി. നമ്മുടെ പ്രസിഡൻസിയാണ്, അമേരിക്കയുടെ പ്രസിഡൻസിയാണ്, അമേരിക്കയ്ക്ക് വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത്. ഇവിടെ ഒരു പ്രസിഡന്റ് ഉണ്ടെന്ന് ബോധ്യമാവുന്നു എന്ന തരത്തിൽ
അമേരിക്കൻ ജനതയിൽ ആത്മവിശ്വാസം ഉണ്ടാക്കിയെന്ന നിലയിൽ തന്നെയാണ് പ്രസംഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതുപോലെ എതിർപ്പുകളുണ്ട്. ഇപ്പോൾ ഇവിടെ മധു കൊട്ടാരക്കര പറഞ്ഞതുപോലെ എലോൺ മസ്കിന് കൂടുതൽ അധികാരം നൽകുന്നതിൻ്റെ പേരിലുള്ള എതിർപ്പ്, ഉക്രൈന് പിന്തുണ പിൻവലിച്ച് റഷ്യയെ പിന്തുണച്ചതിൻ്റെ പേരിലുള്ള എതിർപ്പ്, ഇങ്ങനെ ഒരുപാട് എതിർപ്പുകളും ബഹളം നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയായിരിക്കണം SKN സ്പീക്കർ മൈക്ക് ജോൺസൺ ഒരുപക്ഷെ നമ്മുടെ സഭകളിലേക്കാൾ കർശനമായിട്ട് മിണ്ടാതിരിക്കണം, സഭയുടെ ഓർഡർ റിസ്റ്റോർ ചെയ്യാൻ സർജൻസ് വന്ന് പ്രസിഡന്റ് ആക്കുന്നവരെ പിടിച്ചു കൊണ്ടുപോകണം എന്ന രീതിയിൽ റിപ്പബ്ലിക്കനായിട്ടുള്ള മൈക്ക് ജോൺസൺ പ്രതികരിക്കുന്നത് കണ്ടു. തൊട്ടടുത്ത് ഉപരാഷ്ട്രപതി അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ് JD വാൻസ് ഇരിപ്പുണ്ട്. എന്തായാലും ട്രംപ് വളരെ തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള പ്രഖ്യാപനങ്ങളാണ് നടത്തുന്നത്. അതിനുവേണ്ടി തന്നെ ആയിരിക്കണം ജോയിന്റ് കോൺഗ്രസിനെ അഭിസംബോധന ചെയ്യുന്നതിന് മുമ്പ് തൊട്ടടുത്ത രാജ്യങ്ങളായ കാനഡയ്ക്കും മെക്സിക്കോയ്ക്കും 25% നികുതി അത് ഇന്ന് പ്രാബല്യത്തിൽ വരികയാണ്. കാനഡയിനൊക്കെ വലിയ രീതിയിൽ ബാധിക്കാൻ പോകും, അമേരിക്കയെ ബാധിക്കും. ചൈനയ്ക്ക് 20% നികുതി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇപ്പോൾ ഡൊമസ്റ്റിക് ആഭ്യന്തരമായി ജനങ്ങളുടെ കയ്യടി വാങ്ങുന്ന കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതേസമയം തന്നെ SKN അമേരിക്ക ലോകത്തിൽ ഒറ്റപ്പെടുന്നു എന്നുള്ള ചിന്താഗതി കൂടിയുണ്ട്. കാരണം അത് സഖ്യകക്ഷികളൊക്കെ ട്രംപുമായി അടഞ്ഞു നിൽക്കുകയാണ്. യൂറോപ്പ് മുഴുവൻ ഹംഗറിയും പോലുള്ള രാജ്യങ്ങൾ മാത്രം മാറ്റി നിർത്തിയ ഹംഗറിയും ഇറ്റലിയും ബാക്കി എല്ലാ രാജ്യങ്ങളും ട്രംപിനെതിരാണ്. ഇന്ത്യ വളരെ സൂക്ഷിച്ചാണ് നിൽക്കുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ പോവുകയും ട്രംപുമായിട്ട് സംസാരിക്കുകയും ഈ നികുതിയുടെ കാര്യത്തിൽ ഇന്ത്യക്കെതിരെ നികുതി ചുമത്തിയിട്ടില്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ഒരുപക്ഷെ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ മുതൽ ഒരു കെമിസ്ട്രി ഉണ്ട്, അതിൻ്റെ പേരിലായിരിക്കണം ഇന്ത്യക്കെതിരെ നികുതി ചുമത്തിയിട്ടില്ല. പക്ഷേ ഇന്ത്യയോട് പറയുന്നുണ്ട് ഇന്ത്യ വലിയ നികുതിയാണ് ചുമത്തുന്നത്, അത് അംഗീകരിക്കാനാവില്ല എന്ന് തുറന്നടിക്കുന്ന ആളാണ് ട്രംപ് ഒരേ സമയം സുഹൃത്ത് ബന്ധം പറയും, മറുഭാഗത്ത് തനി കച്ചവടം പറയുകയും ചെയ്യുന്ന ആളാണ്. കച്ചവടക്കാരൻ്റെ മുഖമാണ് പുറത്തേക്കെടുക്കുന്നത്. SKN ഓക്കെ, BB ജെയിംസ് നമുക്ക് മധു കൊട്ടാരക്കര ഒരിക്കൽ കൂടി ചേർന്നു. മധു, അദ്ദേഹത്തിൻ്റെ ഈ കോൺഗ്രസിലെ അഭിസംബോധന എങ്ങനെയാണ് അത് അവിടെ പ്രതിനിധികളും അംഗങ്ങളും എടുക്കുന്നത്? ഒരുപക്ഷെ ലോകത്ത് നടുക്കമുണ്ടാക്കുന്ന എന്തെങ്കിലും പ്രസ്താവന അദ്ദേഹം നടത്തി കഴിഞ്ഞോ? SKN ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ജനങ്ങൾ അദ്ദേഹത്തോട് പ്രവർത്തിക്കാൻ ആവശ്യപ്പെട്ടു, ആ രീതിയിലാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. മുൻ US പ്രസിഡന്റ് ജോ ബൈഡനെ നിശ്ചിതമായി വിമർശിച്ചിരിക്കുകയാണ്. അതിർത്തി കടന്നുള്ള അനധികൃത കുടിയേറ്റത്തിന്റെ പേരിൽ അദ്ദേഹം വന്നതിന് ശേഷം 3 വർഷം കൊണ്ട് ഉള്ളതിൽ ഏറ്റവും കുറവായിട്ടുള്ള അനധികൃത കുടിയേറ്റമാണ് നടന്നിരിക്കുന്നത്. അമേരിക്ക ആക്രമിക്കുന്നത്, അനധികൃത കുടിയേറ്റം വഴി ആക്രമിക്കുന്നത് നിർത്തുവാൻ തനിക്ക് സാധിച്ചു. തന്റെ വാക്കുകൾ അനധികൃതമായി കുടിയേറുന്നവർ കേട്ടു, ഇപ്പോൾ അവരുടെ വരവ് നിന്നു എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. SKN ഓക്കെ, താങ്ക് യു മധു കൊട്ടാരക്കര, താങ്ക് യു BB ജെയിംസ്. വിശദമായിട്ട് നമുക്ക് പിന്നീടും ഈ വാർത്തകളിലേക്ക് വരാം. അവിടെ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം അഭിസംബോധന തുടരുകയാണ്.